കേരളത്തിലെ ഇഷ്ടക്കാരെ വലിയ വലിയ തസ്തികയിലേക്ക് തിരികെ കയറ്റുന്നതും പിൻവാതിൽ നിയമനവും ഒക്കെ ഒരു സ്വാഭാവിക നടപടിയായി മാറിക്കഴിഞ്ഞിട്ട് കാലം കുറയായി. അത്തരമൊരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള സർവകലാശാലയിൽ CPM അധ്യാപക സംഘടനാ നേതാവിനെ പ്രൊഫസറാക്കി വഴിവിട്ട് നിയമിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. നിലവിൽ സെനറ്റ് അംഗമായ ഡോക്ടർ S നസീബിനെയാണ് UGC ചട്ടങ്ങൾ മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസറാക്കി പ്രൊമോഷൻ നൽകാൻ VCക്ക് മേൽ വലിയ സമ്മർദ്ദമെന്ന ആരോപണം ഉയരുന്നത്. UGC ചട്ടം മറികടന്നുള്ള നിയമന നീക്കം പിൻവലിക്കണമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേർന്നു. ശാലിനി, ഈ സർവകലാശാലകൾ എപ്പോഴും CPMന് അവരുടെ ഇഷ്ടക്കാരെ നിയമിക്കാൻ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിനൊക്കെ എപ്പോഴും അങ്ങനെ വേദിയാക്കുന്ന ആരോപണം വളരെ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സർവകലാശാല തന്നെയാണ് ഗവർണർ സർക്കാർ പോരിന് തുടക്കമിട്ടതും ഇപ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇപ്പോഴാണ് പുതിയൊരു നീക്കവും CPM അനുകൂല സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വഴിവിട്ട നിയമനത്തിന്. ശാലിനി, സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർവകലാശാലയിലെ അധ്യാപക സംഘടനാ നേതാവും ഒപ്പം തന്നെ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും നിലവിലെ സെനറ്റ് അംഗവുമായ ഡോക്ടർ S നസീബിനെയാണ് UGC ചട്ടങ്ങളൊക്കെ മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകാനുള്ള കേരള സർവകലാശാലയിൽ നീക്കം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് നേരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദവും ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് കണ്ണൂരിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് കരാർ നിയമനം കൂടി പരിഗണിക്കാൻ ശ്രമിച്ചതിന് സമാനമായാണ് ഇവിടെയും ഒരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1997 കാലടി സംസ്കൃത സർവകലാശാലയിൽ 1.5 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക പരിചയം കൂടി കണക്കിലെടുത്താണ് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകണമെന്നാവശ്യപ്പെട്ടിപ്പോൾ ഇദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ശമ്പളത്തിന് തത്തുല്യമായ ശമ്പളത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊമോഷന് പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ 2018 UGC ചട്ടം. പക്ഷേ ഈ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം നടത്താനും ആ നിയമനത്തിന് കൂട്ടുനിൽക്കാനുമുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ ഇഷ്ടക്കാരെ തിരികെ, നേരത്തെ പലവരും പറഞ്ഞ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിൽ നിർബാധമായ നടപടികൾ നടക്കുന്നിടമായി കേരളത്തിലെ ഈ സർവകലാശാലകൾ മാറുന്നുണ്ട്. ഒരു വിരുദ്ധ നിലപാടുള്ളത് അല്ലെങ്കിൽ അല്പമെങ്കിലും ഇത്തരം നീക്കങ്ങൾക്ക്, രാഷ്ട്രീയ നിയമനങ്ങൾക്ക്, രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് കേരള സർവകലാശാല VC. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ഈ വിഷയത്തിലുണ്ട് എന്ന് ശാലിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. CPM അനുകൂല സംഘടന മാത്രമല്ല, മറ്റു പല സർവീസ് സംഘടനകളും കലാലയങ്ങളിൽ ഈ സർവകലാശാലയിലൊക്കെ പ്രവർത്തിക്കുന്നു. അവരുടെയൊക്കെ ഒരു നിലപാട് എന്താണ്? ഒപ്പം മോഹനൻ കുന്നുമ്മേൽ VCയോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണങ്ങൾ തേടിയിരുന്നു? ഉമേഷ്, ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കാര്യത്തിലടക്കം വിവിധ വിഷയങ്ങളിൽ സർവകലാശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില പിൻവാതിൽ നിയമനങ്ങൾ, ഒപ്പം തന്നെ അല്പസമയം മുമ്പ് RS ശിശുകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ രാജശ്രീ ഉൾപ്പെടെയുള്ളവരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വഴിവിട്ട നിയമനങ്ങൾ CPM രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് തുടരുകയാണ്. ഇതിന്റെയൊക്കെ ഒരു അനന്തര ഫലം എന്നോണമാണ് ഒരു ബില്ല് പാസ്സാക്കി രാജ്ഭവനിലേക്കും പിന്നീട് അത് രാഷ്ട്രപതി ഭവനിലേക്കും എത്തിയത്. പക്ഷേ ആ സർവകലാശാല ഭേദഗതി ബില്ലിലടക്കം തീരുമാനമാകാത്ത സാഹചര്യത്തിൽ പല നിയമനങ്ങളും അല്ലെങ്കിൽ പല നടപടികളും CPMന് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു നസീബിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത്. IQAC ഡയറക്ടറാണ് ഇത് അംഗീകരിച്ച് VCക്ക് മുൻപിൽ എത്തിക്കേണ്ടത്. അദ്ദേഹം തന്നെ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ നിലവിലുണ്ടായിരുന്ന ഡയറക്ടർ നസീബിന്റെ അപേക്ഷയിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മറ്റൊരു ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള പ്രൊഫസർ, അതായത് CPM അനുഭാവിയാണ്, ഇഷ്ടക്കാരനാണ്, അദ്ദേഹം പ്രൊമോഷൻ അംഗീകരിക്കാൻ ശുപാർശ ചെയ്ത് ഒരു നടപടി കൂടി ഇപ്പോൾ സർവകലാശാലയിൽ നടക്കുകയാണ്. ഈ ഫയലടക്കം VCയുടെ മുൻപിലാണ്. VCക്ക് മേൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. പക്ഷേ ആ സമ്മർദ്ദത്തിന് കേരള സർവകലാശാല VC വഴങ്ങില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിയമനം നീണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. VC താൽക്കാലികമായി നിയമനത്തിൽ നടപടി എടുക്കാനുള്ള സാഹചര്യവും കുറവാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു പക്ഷേ ഇനി കോടതിയിലേക്കും മറ്റ് നിയമ വഴികളിലേക്കും പോകുമെന്നുള്ളതിൽ സംശയമില്ല. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കമുള്ളവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അധ്യാപക നേതാവിനോടൊപ്പം സർവീസിൽ പ്രവേശിച്ചവർ പ്രൊമോഷന് പരിഗണിക്കാനുള്ള അർഹത അത് നേടാതിരിക്കുമ്പോഴാണ് മുൻ സിൻഡിക്കേറ്റ് അംഗം കുറുക്കുവഴിയിലൂടെ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതും ഒരു ഇടത് അനുകൂലിയാണ് എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും മുൻ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിൽ തന്നെ പിൻവാതിൽ നിയമനങ്ങളും ഇഷ്ടക്കാരെ സർവകലാശാലകളിൽ അടക്കം വിവിധ മേഖലകളിലടക്കം എന്ന പോലെ തന്നെ സർവകലാശാലകളിലടക്കം തിരികെ കയറ്റാനുള്ള നടപടികളാണ് CPM നടത്തുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഒരു നിയമന നീക്കത്തെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനെ കാര്യമായി തന്നെ VC ചേർക്കുമെന്നുള്ളതിൽ സംശയമില്ല. അത് ഏത് തരത്തിലുള്ള ചെറുക്കലായിരിക്കും, ഒപ്പം തന്നെ മറ്റ് സംഘടനകൾ ഇതിനെ ഏത് തരത്തിൽ നിയമ നടപടികളുമായി നേരിടുമെന്നുള്ളതും 1 മണിക്കൂറിൽ കണ്ടറിയാൻ